ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇത്. അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടാവും. ഇതിൽ നട്ട്സ് ഒക്കെ ഇടാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഞങ്ങളെ വീട്ടിൽ ഒരാൾക്ക് നട്ട്സ് ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴേക്കും ഇവിടെ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പൊ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര ഒക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. അതിൽ കട്ടയും കല്ലൊക്കെ ഉണ്ടാവും, അതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ അത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പോളം ശർക്കരപ്പാനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അരി കുതിർക്കാൻ വെച്ചത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഇട്ടതിന്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി 1 കപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാളികേരം എടുത്ത കപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ശർക്കരപ്പാനി എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ മേലൊക്കെ അതിങ്ങനെ കാണുന്നത്. 1/2 കപ്പ് ഒഴിച്ചെടുത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പൊ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ മുഴുവനും ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ഇഡ്ലി ചെമ്പ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതവിടെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കിണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ആവുന്ന വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ലി തട്ടിലേക്ക് വെക്കാം. അപ്പൊ വെക്കുമ്പോ ശ്രദ്ധിക്കണം, കൈയൊക്കെ പൊള്ളാതെ വേണം വെക്കാന്. അതല്ലെങ്കിൽ പ്ലേറ്റ് അതിലേക്ക് വെച്ചിട്ട് ആ കൂട്ട് അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ പക്ഷെ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ മുകളിൽ ഒരു വാഴയുടെ ഇല വെക്കണം. അത് ആവി വെള്ളം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴയുടെ ഇല വെക്കുന്നത്. അതല്ലെങ്കിൽ ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. ഞാൻ വാഴയുടെ ഇലയാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഡ്ലി പാത്രം മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് എനിക്കിത് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കൂട്ട് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. നന്നായി ആവിയൊക്കെ പോകുന്നുണ്ട്, ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം. അപ്പൊ അതുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ എടുത്തിട്ടുള്ളത്. അടിപൊളി അപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അപ്പാണ്. ഞാൻ ഇതിൽ നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നട്ട്സ് ഇട്ടിട്ടില്ല. നട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആൾക്ക് ഇതിൽ എന്തെങ്കിലും അങ്ങനെ കാണുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല, ചെറിയ ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നട്ട്സ് ഇടാതിരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.